ഹായ് പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോ അല്ല, വേളാങ്കണ്ണി എപ്പിസോഡിൻ്റെ മൂന്നാമത്തെ ഭാഗമാണിത്. നമ്മൾ വേളാങ്കണ്ണിയിൽ വന്നു, ട്രെയിനിലാണ് വന്നത്. പള്ളിവക റൂം എടുക്കാൻ നോക്കി കിട്ടിയില്ല. പിന്നെ നമ്മളൊരു പ്രൈവറ്റ് റൂം ബുക്ക് ചെയ്തു. നല്ല എക്സ്പെൻസ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ റൂമെല്ലാം കിട്ടി, ഫ്രഷ് അപ്പ് ആയിട്ട് നമ്മൾ 9 മണിക്കത്തെ കുർബാനയ്ക്ക് കയറാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശരവണ ഭവനിക്ക്. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ഓരോ ദോശയും ഓരോ കാപ്പിയൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഏകദേശം 8 മണി സമയമായിരുന്നു. മലയാളികളാണ് കൂടുതൽ. ഇവിടെ ശരവണ ഭവനുള്ളത്. ഇവിടെ നമ്മുടെ ഈ പള്ളി ഭാഗങ്ങളൊക്കെ കുറച്ച് ഹൈജീനിക് അല്ല, ഹൈജീൻ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം ശരവണ ഭവൻ നല്ല ബെസ്റ്റാണ് ഫുഡിന്, ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പള്ളിയിലോട്ട് പോവാണ്. ശരവണ ഭവനിൽ നിന്ന് നേരെ ഫ്രണ്ടിൽ റൈറ്റിലോട്ട് തിരിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് ചർച്ചിൽ, അതായത് മലയാളം മാസ് 9 എല്ലാ ദിവസവും 9 മണിക്ക് മലയാളം മാസ് നടക്കുന്ന നമ്മുടെ മോർണിംഗ് സ്റ്റാർ ചർച്ചിലോട്ട് നമുക്ക് നേരെ അങ്ങനെ പോകാം. അതായത് ഇങ്ങോട്ടാണ് എല്ലാം പോകുന്നത്, മെയിൻ പള്ളിയിലോട്ട്, നമ്മുടെ മുട്ടിന് നീന്തുന്നിടത്തോട്ട് എല്ലാം ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഇവിടുന്ന് നേരെ കയറി റൈറ്റിലോട്ട് കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് സ്റ്റാർ ചർച്ചായി കേട്ടോ. നമുക്ക് ഇങ്ങനെ അപ്പുറത്ത് ഇതാണ് ഏറ്റവും വലിയ പള്ളി. കേറാൻ പറ്റുന്നത് കൊട എടുക്കേണ്ടി വരും, നല്ല വെയില. ഈസ്റ്റർ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. ഇതാണ് മോർണിംഗ് ചർച്ച്. നമുക്ക് ആ പള്ളിയിലോട്ട് പോകണം. ഇതുവഴി വന്നിട്ട് ഇങ്ങനെ ഇവിടെ വരുന്നവർ പുറത്തുമൊക്കെ അടുപ്പ് കൂട്ടിയിട്ടിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മോർണിംഗ് സ്റ്റാർ ചർച്ചിലോട്ട് കയറുന്ന ഭാഗത്തൊരു വലിയ കർത്താവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് കണ്ടോ. ഇതാണ് മലയാളം മാസം നടക്കുന്ന നമ്മുടെ മോർണിംഗ് ചർച്ച്. ഇവിടെ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മലയാളം മാസം. അതിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഇതൊക്കെയാണേ. എന്ത് ഭംഗിയല്ലേ കാണാൻ. നമുക്ക് സൈഡിൽ കൂടെ നമ്മൾ കുർബാനയ്ക്ക് കയറാൻ പോവാണേ. ബാക്കിയെല്ലാം പള്ളിക്കകത്ത് വിശേഷങ്ങളും കുർബാനയായിരിക്കും കേട്ടോ.
ഒരു മാസം ഒരു അവധി പോലെ തരിക. അതിനുശേഷമേ പള്ളി ഏൽപ്പിക്കുള്ളൂ. അപ്പോൾ ഈശോ 30 വയസ്സ് വരെ രഹസ്യ ജീവിതം നയിച്ചു. 3 വർഷം പരസ്യ ജീവിതം നയിച്ചു. കഷ്ടപ്പെട്ട് പാടുകളേറ്റ് കുരിശിൽ മരിച്ചു. ദൈവപിതാവിന്റെ ഉച്ചയ്ക്ക് 12 മണിക്ക് തമിഴ്, വൈകിട്ട് ഞായറാഴ്ച 5 മണിക്ക് 6 മണിക്കൊക്കെ തമിഴ് കുർബാന ലോവർ ബസിലിക്കയിലുണ്ട്. അപ്പർ ബസിലിക്കയിൽ ദിവസം രാവിലെ 8 മണിക്ക് തെലുങ്ക്, 11 മണിക്ക് ഹിന്ദി, വൈകിട്ട് 5 മണിക്ക് കന്നഡ. മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ ദിവസം രാവിലെ 8 മണിക്ക് കൊങ്കണി, 9 മണിക്ക് മലയാളം. മാസാദ്യ നമ്മുടെ കുർബാനയെല്ലാം കഴിഞ്ഞു. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ.